ചൈനീസ് മാധ്യമങ്ങൾ അല്ലെങ്കിൽ ചൈനയിലെ ഹീറോ എന്ന് പറയുന്നത് ഇപ്പോൾ ഷീ അല്ല, നരേന്ദ്രമോദി. ആ രീതിയിലേക്ക് ചൈനയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം വളരെ ശക്തമായി മാറുകയാണ്. ഇവിടെ ഇന്ത്യ, ചൈന, റഷ്യ ഈ മൂന്ന് പേരും കൂടി ദൃഢമായ ഒരു ശക്തിയായി മാറുമ്പോൾ അത് ട്രംപിനെ വലിയ രീതിയിൽ അസ്വസ്ഥനാക്കുന്നു. കാരണം ട്രംപിന്റെ ഒരു മണ്ടൻ തീരുമാനമാണ് ചൈനയും ഇന്ത്യയും തമ്മിൽ ഇത്ര വലിയ ഒരു ബന്ധം ഊഷ്മളമാകാനുള്ള കാരണം. ഇതെങ്ങനെയാണ് അമേരിക്കയെ ബാധിക്കാൻ പോകുന്നത്? ശരിക്കും പറഞ്ഞാൽ ചൈനയിലെ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് ഗ്ലോബൽ ടൈംസ് ഉൾപ്പെടെയുള്ള അവിടുത്തെ ഭരണകൂടത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള മാധ്യമങ്ങളിൽ പോലും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള വാർത്തകൾ വരുന്നു. ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ നിലപാടുകളെക്കുറിച്ച് അംഗീകരിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ വാർത്തകൾ വരുന്നു. നമുക്കറിയാം, എല്ലാ കാലത്തും ഒരു ചത്ത നിലപാടാണ് ന്യൂഡൽഹിയെക്കുറിച്ച്, ഇന്ത്യയെക്കുറിച്ച് ചൈനീസ് മാധ്യമങ്ങൾ എടുക്കുന്നത്. അവിടെ തുടർച്ചയായ ലേഖനങ്ങൾ ഇന്ത്യക്കെതിരെയാണ് വരുന്നത്. പക്ഷേ പെട്ടെന്ന് ഇപ്പോൾ നിലപാട് മാറി. ഇതിൻ്റെ കാരണം ഷാങ്ഹായ് ഉച്ചകോടി ഈ മാസം അവസാനം, അതായത് 31 തീയതി, ഈ സെപ്റ്റംബർ 1 തീയതി ടിയാൻജിൻ സിറ്റിയിൽ നടക്കാൻ പോവുകയാണ്. ആ നടക്കുന്ന ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോകുന്നു. അപ്പോൾ ആദ്യഘട്ടത്തിൽ മോദി പോകുന്നതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ പോകുന്നവർ, അതായത് 2017 കിങ് ദ്വാവയിൽ നടന്ന SCO ഉച്ചകോടിയിലാണ് അവസാനമായിട്ട് മോദി പങ്കെടുത്തത്. ഇപ്പോൾ ഇന്ത്യക്കെതിരെ ട്രംപ് 25% ടാക്സ് കൂട്ടുന്നു, നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല, പിന്നെ അത് 50% അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം കൂടുതൽ മുതലെടുക്കാനായിട്ട് ചൈന ശ്രമിക്കുന്നു. അതുകൊണ്ടാണ് ചൈനയിലെ എല്ലാ മാധ്യമങ്ങളോടും പറയുന്നു, ഇന്ത്യക്കെതിരായിട്ട് വാർത്തകളൊന്നും വരാൻ പാടില്ല, ഇന്ത്യയെ പിന്തുണയ്ക്കണം. അങ്ങനെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ മോദി എത്തിയതിനു ശേഷം നമ്മുടെ സമ്പദ്ഘടന ക്രമാനുഗതമായ വളർച്ച രേഖപ്പെടുത്തുന്നു. ഒപ്പം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഊഷ്മളമാക്കാനുള്ള നടപടികളെല്ലാം ചെയ്യുന്നു. അപ്പം മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ആഗോള രാഷ്ട്രീയത്തിൽ വലിയ ചേഞ്ചസ് ഉണ്ടാകുന്നു. അതിനനുസരിച്ച് നിലപാടെടുക്കാൻ ഇന്ത്യക്ക് സാധിക്കുന്നു. നയതന്ത്ര ബന്ധങ്ങൾ ഊഷ്മളമാക്കുന്നു. ഇതാണ് ഈ മാധ്യമങ്ങളിൽ വരുന്ന വാർത്ത. മാത്രമല്ല, ഷീ ജിൻപിങ് എന്ന് പറയുന്ന പ്രസിഡന്റ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അവദാനങ്ങളെ ഇങ്ങനെ വാഴ്ത്തി പാടുകയാണ്. ഇതെല്ലാം കൂടെ കണ്ടു നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, ഈ ചൈനയിലെ വാർത്താ മാധ്യമങ്ങൾ അല്ലെങ്കിൽ ആ മാധ്യമങ്ങളെല്ലാം കൂടെ അവിടുത്തെ വാർത്തയിലെ വ്യക്തിയെ തിരഞ്ഞെടുക്കാൻ എന്തോ മത്സരം നടത്തുന്നു, അതുകൊണ്ട് മോദിയെ ഇങ്ങനെ ഉയർത്തിക്കാട്ടുന്നു. തെറ്റു പറയാൻ പറ്റില്ലല്ലോ, സ്വാഭാവികമായിട്ട്. കാരണം ചൈനയുമായിട്ടുള്ള ബന്ധം നമുക്കറിയാലോ. 2018 മോദി ചൈനയിലേക്ക് സന്ദർശനം നടത്തുന്നു. അതിനുശേഷം ഈ ഡോക്ലാം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സംഘർഷം ഉണ്ടാകുന്നു. പിന്നെ ഗാൽവാൻ മേഖലയിൽ സംഘർഷം ഉണ്ടാകുന്നു. അങ്ങനെ ചുരുക്കം പറഞ്ഞാൽ അതിർത്തി മേഖലയിൽ ഇന്ത്യയും ചൈനയും തമ്മിൽ എക്കാലവും സംഘർഷം തന്നെയാണ്. പക്ഷേ ഇവിടെ എന്താണെന്ന് വെച്ചാൽ, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയുമായിട്ട് കൂടുതൽ ബന്ധം സ്ഥാപിക്കുന്നു. ഇത് ചൈന മനസ്സിലാക്കിയിട്ട് ഇന്ത്യയുമായിട്ട് കൂടുതൽ സൗഹൃദത്തിന് ഒരുങ്ങുന്നു. എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ പ്രഖ്യാപിത ശത്രുവായ ചൈന ഇന്ത്യയുമായിട്ട് കൈകോർത്തുകൊണ്ട് പുതിയൊരു സഖ്യത്തിന് തുടക്കമിടുന്നു എന്ന് പറഞ്ഞാൽ അതിനെ തെറ്റാണ് നമുക്ക് പറയാൻ പറ്റില്ല, അല്ലേ? ഒരു സഖ്യം മാത്രമല്ല, രണ്ട് വലിയ വിപണികൾ കൂടിയാണ്. ഇപ്പോൾ ചൈനയെ സംബന്ധിച്ച് തൊട്ടടുത്ത് ഇന്ത്യ ഒരു വലിയ വിപണിയായിട്ടുള്ളപ്പോൾ ഇന്ത്യയുമായിട്ട് സൈനികമായും സാമ്പത്തികമായും വാണിജ്യപരമായി സഹകരിക്കേണ്ടത് അവരുടെ ഒരു തന്ത്രപരമായ നിലപാടിൻ്റെ പ്രശ്നം കൂടിയാണ്. ഇപ്പോൾ അനുകൂലമായൊരു സാഹചര്യം കൂടി വന്നേക്കുന്നു. കൃത്യം പറഞ്ഞാൽ അമേരിക്കയുമായിട്ട് ആദ്യം വ്യാപാര യുദ്ധം തുടങ്ങിയത് ചൈനയാണ്. അപ്പോൾ അവരതിൻ്റെ ഒരു ദുരന്തഫലം നേരിട്ട് അനുഭവിച്ചതാണ്. അപ്പോൾ ഇന്ത്യ അതേപോലൊരു സാഹചര്യം നേരിടുമ്പോൾ ഒരവസരം മുതലാക്കാനായിട്ട് ചൈന ശ്രമിക്കുന്നു എന്ന് വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. ഈ ഇന്ത്യയിൽ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് വലിയ മാർക്കറ്റാണ്, അതുപോലെയാണ് ചൈനയിൽ നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് വലിയ മാർക്കറ്റാണോ? അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ചൈന ഈ പിന്നെ വില കുറഞ്ഞ സാധനങ്ങളാണ്, അതുകൊണ്ടാണ് ഈ മാർക്കറ്റ് പിടിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യയും അതുപോലെ തന്നെ ഉൽപ്പന്നം ഇറക്കിയാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ചൈന അതിൻ്റെ നഷ്ടം സഹിച്ചു അതിൻ്റെ വില കുറയ്ക്കും. ചൈനയുടെ ഉൽപ്പന്നങ്ങൾ വിറ്റ് പോകണം. കാരണം വൻതോതിലാണ് അവരുടെ ഈ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇന്ത്യ എന്ന് പറയുമ്പോൾ ഒരു പ്രൊഡക്ഷൻ നടത്തുമ്പോൾ കൃത്യമായ പൈസയൊക്കെ കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. ചൈന അങ്ങനെയല്ല, അടിമത്തം, അവിടുത്തെ ജനങ്ങളെ അടിമകളെ പോലെ കണ്ടിട്ട് അവരെ കൊണ്ട് ചെയ്യിക്കണം. ഇവിടെ ഇപ്പോൾ എന്താ പറയുന്നത്, ഇന്ത്യയുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്തണം. അതുകൊണ്ട് ഷാങ്ഹായ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പോകുന്ന മോദിക്ക് വലിയ സ്വീകരണമൊക്കെ നൽകുന്നു എന്ന് വരുത്തി തീർക്കണം. ഇപ്പോൾ അവിടുത്തെ നയതന്ത്ര മന്ത്രാലയം തന്നെ, ചില ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം അവർ പറയുകയാണ്, മോദിക്ക് സ്വാഗതം മോദിക്കൊണ്ട് ഞങ്ങൾ വലിയ ഫ്ലെക്സും ബാനറുകളും ഒക്കെ തയ്യാറാക്കുന്നു, മീഡിയയിലൊക്കെ വലിയ വാർത്ത വരുന്നു. മാത്രമല്ല, ആനയും വ്യാളിയും തമ്മിൽ കെട്ടിപ്പിടിക്കുന്ന ചിത്രം, അതായത് ചൈനയുടെ ഇന്ത്യയുടെ ചിഹ്നങ്ങളാണ്, ഇത് വലിയ രീതിയിൽ പ്രചരിപ്പിക്കുന്നു. അപ്പോൾ അവിടുത്തെ വാഹനങ്ങളിലടക്കം ഇത്തരം ചിത്രങ്ങൾ വരുന്നു. അപ്പോൾ ഇന്ത്യക്ക് എത്ര വലിയ സ്വീകരണമാണ് നൽകുന്നതെന്ന് ആലോചിക്കുകയും. അപ്പം അതിർത്തിയിലുള്ള രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ബന്ധം മെച്ചപ്പെടുത്തുക എന്ന് പറയുന്നത് പാശ്ചാത്യ ശക്തികളുടെ ഭീഷണിയെ നേരിടാൻ വളരെയധികം സഹായിക്കും. ഇത് മാത്രമല്ല, വ്ളാഡിമിർ പുടിൻ ഇപ്പോൾ ഇന്ത്യയിലേക്ക് വരാനൊരു സന്നദ്ധത പ്രകടിപ്പിച്ചു. അത് മോദി ക്ഷണിച്ചതാണ്. അപ്പം വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിലേക്ക് വന്നാൽ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ചില ചർച്ച നടത്തും. കാരണം ഈ ഓയിൽ റഷ്യയുടെ കയ്യിൽ നിന്ന് മേടിക്കുന്നു, അല്ലെ ആയുധം മേടിക്കുന്നു എന്നുള്ളതാണുള്ള പ്രശ്നം. അതുകൊണ്ടാണ് നമുക്ക് ഈ തീരുവ കൂട്ടിയത്. ഇപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, അവിടുത്തെ അസംസ്കൃത എണ്ണയ്ക്ക് വീണ്ടും വില കുറച്ച് ഇന്ത്യക്ക് തരാൻ റഷ്യ തയ്യാറാവുകയാണ്. ആ അസംസ്കൃത എണ്ണ നമ്മൾ പ്യൂരിഫൈ ചെയ്ത് വിറ്റാൽ വീണ്ടും നമുക്ക് ലാഭം കിട്ടും. അപ്പോൾ ആ ബന്ധം ദൃഢമാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പുടിൻ ഇന്ത്യയിലേക്ക് വരുന്നു, മോദിയുമായിട്ട് ചർച്ച നടത്തുന്നു.
നടക്കും. എന്നിട്ട് ഇരുവരും ചേർന്ന് ഷാങ്ഹായ് ഉച്ചകോടിയിൽ പങ്കെടുക്കാനായിട്ട് പോകുന്നു. അപ്പം വ്ളാഡിമിർ പുടിനും മോദിയും ഇന്ത്യയിൽ നിന്ന് വിമാനത്തിൽ ചൈനയിൽ ചെന്നിറങ്ങുന്നു. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് വിമാനത്താവളത്തെത്തി ഇരു രാഷ്ട്ര നേതാക്കളെയും സ്വീകരിക്കുന്നു. ലോക മാധ്യമങ്ങൾക്ക് ഇതിനേക്കാൾ നല്ലൊരു ചിത്രം അടുത്ത കാലത്തൊന്നും കിട്ടില്ല. വീഡിയോ ഉണ്ട്. അപ്പോൾ അത്തരം ഒരു നീക്കം നടത്തുന്നത് അമേരിക്ക മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ടാണ് ചൈന കൃത്യമായിട്ട് ഇന്ത്യയെ സുഖിപ്പിക്കൽ തന്ത്രം നടത്തുന്നത്. ഇന്നലെ വരെ ഇന്ത്യയെ കുറ്റം പറയുന്നു, ഡൽഹി മോശമാണെന്ന് പറയുന്നു, മോദിയുടെ ഭരണം മോശമാണെന്ന് പറയുന്നു. മൊത്തത്തിൽ അവസ്ഥ മാറി ഇന്ത്യയുടെ തോളിൽ കൈയിട്ട് ചൈന നടക്കാനുള്ള തന്ത്രം അതല്ലേ ഇപ്പോൾ നടത്തുന്നത്. അല്ല, ഇപ്പോൾ ഇന്ത്യ ചൈനയുമായിട്ടൊരു സൗഹൃദത്തിൽ എത്തുകയാണെങ്കിൽ പാകിസ്ഥാൻ്റെ നിലപാട് എന്തായിരിക്കും? കാര്യം ചൈന പാകിസ്ഥാൻ സഖ്യമാണല്ലോ നിലവിലുള്ളത്. അപ്പോൾ പാകിസ്ഥാനും ഒന്ന് അടങ്ങിയിരുന്നേക്കും. അങ്ങനെയാണ്. കാരണം എന്താ വെച്ചാൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഈ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ട് രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള പരസ്പര വിശ്വാസം വർദ്ധിപ്പിക്കണം. അതാണ് ഈ ഗാൽവാൻ സംഘർഷത്തിന് ശേഷം ഉണ്ടായ കാര്യം. അതോടുകൂടി അവർ ചൈനയുടെ ആർമിയെ പിൻവലിക്കുന്നു. നമ്മൾ അവിടേക്ക് പട്രോളിംഗ്. അപ്പം ഇനി ചൈന പാകിസ്ഥാൻ ആയുധങ്ങൾ കൊടുക്കില്ല എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഇല്ല, അങ്ങനെയില്ല. അല്ല, എന്താ വെച്ചാൽ ചൈനയുടെ ആയുധങ്ങളാണ് ഇപ്പോൾ ഏറിയ പങ്കും പാകിസ്ഥാൻ്റെ കയ്യിലുള്ളത്. അത് ഇല്ലാതിരിക്കാൻ പറ്റില്ല. പക്ഷേ ഇവിടെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ അമേരിക്ക കൃത്യമായിട്ട് പാകിസ്ഥാനെ കയ്യിലെടുക്കുന്നു. ഏഷ്യയിലെ രണ്ട് വൻ ശക്തികളായിട്ട് ഇന്ത്യയും ചൈനയും മാറുകയാണ്. അങ്ങനെ വൻ ശക്തിയായിട്ട് മാറിയാൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഇടത്താവളത്തെ ഉപയോഗപ്പെടുത്തേണ്ടത് അമേരിക്കയുടെ ആവശ്യമാണ്. എന്തെങ്കിലും ഒരു ഭീഷണി ഉണ്ടായാൽ ലോകത്തിലെ വലിയ രണ്ട് മാർക്കറ്റുകളാണ് 145 കോടി ജനങ്ങളുള്ള ഇന്ത്യയും 140 കോടി ജനങ്ങളുള്ള ചൈനയും. ഈ രണ്ട് രാജ്യങ്ങളും കൂടെ ഒന്നിച്ച് നിൽക്കുക എന്ന് പറഞ്ഞാൽ പരസ്പരം ബിസിനസ്സിൻ്റെ കാര്യത്തിൽ, ട്രേഡിൻ്റെ കാര്യത്തിൽ വലിയ നീക്കമാണ്. ടെക്നോളജിയുടെ കാര്യത്തിലുണ്ടാവും. ഒപ്പം ഇപ്പോൾ ഈ സൈനിക കാര്യങ്ങളിൽ അല്ലെങ്കിൽ ആയുധ നിർമ്മാണത്തിൻ്റെ കാര്യങ്ങളിൽ മാത്രമാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ വലിയ സഹകരണമില്ലാത്തത്. ആ രീതിയിലൊരു നീക്കം നടത്തിയാൽ അമേരിക്ക ഒറ്റപ്പെട്ടു പോകും. നമുക്കറിയാം, യൂറോപ്യൻ യൂണിയനിൽ നിന്ന് അമേരിക്കയെ ഒറ്റപ്പെടുത്താനുള്ള എല്ലാ നീക്കങ്ങളും ഫ്രാൻസിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. യൂറോപ്യൻ യൂണിയനിൽ നിന്ന് UK പുറത്തു പോകുന്നുണ്ട്, കാനഡ, ഇവരെല്ലാം തന്നെ ട്രംപിൻ്റെ നിലപാടിനെതിരാണ്. ഇവിടെയൊക്കെ തന്നെ ഡീപ് സ്റ്റേറ്റിൻ്റെ ഒരു സമ്മർദ്ദം ട്രംപിൻ്റെ മേൽ വരുന്നു. എന്നിട്ട് പറയുന്നു, നിങ്ങൾ ഈ പ്രശ്നം എത്രയും പെട്ടെന്ന് പരിഹരിക്കൂ. അതുകൊണ്ട് ട്രംപ് മോദി ഈ പറയുന്ന പുട്ടിനെ കാണാനുള്ള ഒരു സാഹചര്യം ഒരുക്കാനൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ UAE മധ്യസ്ഥതയിൽ അത്തരം ഒരു കൂടിക്കാഴ്ചയ്ക്കുള്ള വേദി ഒരുങ്ങുന്നു. എന്തായാലും അതിനു മുമ്പായിട്ട് ഷാങ്ഹായ് ഉച്ചകോടിയിലേക്ക് ഇന്ത്യ ചെല്ലുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെല്ലുന്നു. അങ്ങനെ വലിയൊരു കൂട്ടുകെട്ട് വീണ്ടും ഉരുത്തിരിഞ്ഞു വരുന്നു എന്നാണ് ചൈനീസ് മാധ്യമങ്ങൾ നൽകുന്ന റിപ്പോർട്ട്. അതെ, ഒരുപക്ഷെ വലിയൊരു ശക്തിയായി ഇവർ 3 പേരും മാറുമ്പോൾ അത് ലോകം തന്നെ ഉറ്റുനോക്കുന്ന ഒരു തരത്തിലേക്ക് മാറാൻ സാധ്യതയുണ്ടല്ലേ? അല്ല, ഇവർ 3 പേരും മാത്രമാണ് അതിൻ്റെ മുൻനിരയിലുണ്ടെന്നേ ഉള്ളൂ. പുറകെ വേറെ ആൾക്കാരുണ്ട്. ഇറാനും നോർത്ത് കൊറിയയും അടക്കമുള്ള രാജ്യം. അതായത് അമേരിക്കൻ വിരുദ്ധ ചേരി എന്ന് പറയുന്നത് വളരെ ശക്തമാണ്. അമേരിക്കയോട് വിയോജിപ്പുള്ള പലരും ഒരവസരം കാത്തിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതിന് മുൻനിരയിലുള്ളത് ഈ 3 രാഷ്ട്രങ്ങളാണെന്നേ ഉള്ളൂ, അല്ലേ സനിജി? അതെ, തീർച്ചയായിട്ടും. ഈ ശത്രുതാപരമായ നിലപാടൊക്കെ അവസാനിപ്പിക്കുക. കാരണം G20 ഉച്ചകോടി ഇന്ത്യയിൽ നടന്ന സമയത്ത് അന്ന് ഇന്ത്യ എടുത്ത നിലപാടുകളെ ലോകം കൈയടിച്ച് സ്വീകരിച്ചു. കാരണം റഷ്യയും ഉക്രൈനും തമ്മിൽ വലിയ സംഘർഷം നിൽക്കുകയാണ്. ആ സമയത്ത് G20 ഉച്ചകോടി ഇന്ത്യയിൽ നടക്കുമ്പോൾ അത് പൊളിഞ്ഞു പോകുന്നതായിരുന്നു. പക്ഷേ നയതന്ത്ര തലത്തിൽ കൃത്യമായിട്ട് മോദി ഇടപെടലുകൾ നടത്തുകയും ആ രാജ്യങ്ങളെ തമ്മിൽ ഐക്യത്തോടെ കൊണ്ടുപോകാൻ സാധിക്കുകയൊക്കെ ചെയ്തു. ഇതിന് സമാനമായ രീതിയിലാണ് ഡോളറിനെതിരായിട്ട് നിലപാടെടുക്കുന്ന രാജ്യങ്ങളുടെ ഒരു സഖ്യമാണ് ബ്രിക്സ്. ഈ ബ്രിക്സിലെ രാജ്യങ്ങൾ തമ്മിൽ കൂട്ടുകൂടുമ്പോൾ പ്രധാന രാജ്യം അതാ റഷ്യ, ഇന്ത്യ, ചൈന. ഇതിൽ തന്നെ ഇന്ത്യ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളതുകൊണ്ട് തലപ്പത്തേക്ക് വെച്ചിരിക്കുകയാണ് റഷ്യ. ചൈനയും അംഗീകരിക്കുന്നു. അപ്പോൾ ഈ ബ്രിക്സ് എന്ന് പറയുന്ന സംഘടന അല്ലെങ്കിൽ ആ ഒരു സഖ്യം രൂപപ്പെടുന്നത് എക്കാലത്ത് അമേരിക്കയ്ക്ക് ഭീഷണിയാണ്. അതായത് അമേരിക്ക ഇല്ലാത്ത ലോകത്തെ ഒരു വലിയ സഖ്യം എന്ന് പറയാം. മാത്രമല്ല ഈ നാറ്റോ സഖ്യത്തിൽ നിന്ന് UK അതുപോലെ ഫ്രാൻസ് ഒക്കെ ഒന്ന് മാറി നിൽക്കുകയാണ്. അതും അമേരിക്കയുടെ ശക്തി ക്ഷയിപ്പിക്കും. അവിടേക്കാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കൂട്ടായ്മ വർദ്ധിപ്പിക്കാനായിട്ട് ഈ ഷാങ്ഹായ് ഉച്ചകോടിയുടെ മുന്നറിയിപ്പ് എന്ന നിലയിൽ വലിയ വാർത്തകളൊക്കെ കൊടുത്ത് ചൈന നമുക്കൊപ്പം നിൽക്കുന്നത്. അപ്പോൾ ഷീ ജിൻപിങ്ങുമായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു കൂടിക്കാഴ്ച കൂടി നടത്തിയാൽ നിലവിലുള്ള ഈ ഒരു പിണക്കമുണ്ടല്ലോ, ഒരു മഞ്ഞുരുകൽ, അതൊക്കെ തന്നെ വീണ്ടും നടക്കും. അങ്ങനെ ഇന്ത്യയും ചൈനയും ബായി എന്നുള്ള ബന്ധം വീണ്ടും സ്ഥാപിക്കും. അത് അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയാകുന്ന കാര്യത്തിൽ വലിയ സംശയമൊന്നും വേണ്ട. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.